കമലിൻ്റെ സംവിധാനത്തിൽ ഇറങ്ങിയ മലയാളത്തിലെ ഒരു എവർഗ്രീൻ ചിത്രമാണ് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ. ജയറാം, പാർവതി, ജഗതി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഇന്നസെന്റ്, KPSC ലളിത തുടങ്ങിയ വലിയ താരനിര അണിനിരന്ന ചിത്രത്തിൽ മോഹൻലാലും ഒരു അതിഥി വേഷത്തിൽ എത്തിയിരുന്നു. എന്നാൽ ചിത്രത്തിൽ മോഹൻലാലുള്ള കാര്യം സിനിമ റിലീസ് ചെയ്യുന്നതുവരെ രഹസ്യമായിരുന്നുവെന്നും ആദ്യ ദിനം തിയേറ്ററിൽ വെച്ച് സ്ക്രീനിൽ മോഹൻലാലിനെ കണ്ടപ്പോൾ പ്രേക്ഷകർ സൈലൻ്റ് ആയെന്നും കമൽ പറയുന്നു. മോഹൻലാൽ ആദ്യ ഡയലോഗ് പറഞ്ഞതിന് ശേഷമാണ് എല്ലാവരും കൈയടിച്ചതെന്നും കൗമുദി മൂവീസിനോട് അദ്ദേഹം പറഞ്ഞു. ഒരു ബെൻസ് കാറിൽ ഗ്രാമത്തിലേക്ക് വരുന്നതാണ് മോഹൻലാലിൻ്റെ ആ സിനിമയിലെ എൻട്രി. പെരുവണ്ണാപുരം എന്ന് എഴുതി വച്ചിട്ടുള്ള ഒരു ബോർഡുണ്ട്. ആ ബോർഡ് കടന്നാണ് ബെൻസ് കാർ വരുന്നത്. ആ വളവ് കഴിഞ്ഞിട്ട് ഒരു ചായക്കടയുടെ മുൻപിൽ വന്ന് കാർ നിൽക്കുകയാണ്. കാർ നിർത്തുമ്പോൾ ഒടുവിൽ ഉണ്ണികൃഷ്ണനും പപ്പുവേട്ടനും എല്ലാം എത്തി നോക്കുന്നതാണ് സീൻ. അങ്ങനെ ഞങ്ങൾ നല്ല ബിൽഡപ്പ് കൊടുത്ത് ഒരുക്കിയ സീനാണത്. കാറിൽ നിന്ന് ഒരു മിനിറ്റ് നേരത്തേക്ക് ആരും ഇറങ്ങുന്നില്ല. പ്രേക്ഷകരും സ്വാഭാവികമായി ശ്രദ്ധിക്കുമല്ലോ. അപ്പോഴാണ് ഡോർ തുറന്നിട്ട് മോഹൻലാൽ ഇറങ്ങുന്നത്. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് വലിയ കയ്യടിയായിരിക്കും ലാലിനെ കാണുമ്പോൾ എന്നായിരുന്നു. പക്ഷേ ജനം പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിയേറ്റർ നിശബ്ദമായി എന്നതാണ് സത്യം. മോഹൻലാൽ ഇറങ്ങി ആദ്യത്തെ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആണ് പ്രേക്ഷകർ കൈയടിക്കുന്നത്. അപ്പോഴാണ് ആളുകൾ തിരിച്ചറിയുന്നത് മോഹൻലാൽ അഭിനയിക്കുന്നുണ്ടെന്ന്. ലാൽ ഫാൻസ് പോലും അത് അറിഞ്ഞില്ല എന്നതാണ് സത്യം. പിന്നീട് ലാലിൻ്റെ ഓരോ സീനിനും കയ്യടിയായിരുന്നു. ഓരോ ഡയലോഗിനും മോഹൻലാലിന് വലിയ കയ്യടിയായിരുന്നു നൽകിയത്.